ഹേ ഹലോ എല്ലാവർക്കും പുതിയ സ്വാഗതം. ഇറ്റ്സ് മീ ട്രിപ്പിൾ സ്കീമിങ്. സോ ഇന്ന് നമ്മൾ ഏലിയൻസിൻ്റെ ലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകാൻ സുഹൃത്തുക്കളെ. സോ അതെങ്ങനെയാ നമ്മുടെ സ്വന്തം UFOയിൽ നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് കൂട്ടുകാരനെ കൊണ്ട് നമ്മൾ UFO ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1.5 വർഷം ഞാൻ നാട്ടിലില്ലായിരുന്നു. അത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ നമ്മളിന്ന് നമ്മൾ പണ്ടാത്ത സ്പ്ലെൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇത് ഞാൻ വിറ്റതാണ്. പക്ഷേ ഞാനത് തിരിച്ചെടുത്തു ഗൈസ്. അപ്പോൾ എങ്ങനെയും ഇവിടെ നിന്ന് നമുക്ക് പോകണം. പഴയ വീട് വരുന്ന് പോകണം. അവിടെ പോയി ഒന്ന് നോക്കണം. കാരണം ഇപ്പോൾ ഞാൻ വന്നിട്ട് 2 ദിവസമായി. പക്ഷേ ഞാൻ ഇതുവരെ അവിടെ പോയില്ല. എന്തായാലും പോയി നോക്കിയിട്ട് പോകണം. ഇവിടെ ആയിരുന്നില്ല എൻ്റെ പഴയ വീട്. ഇതിപ്പോൾ കാണാനുമില്ല. ദൈവമേ, വീട് ഇവിടെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. കുറേ കാലം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ 1.25 വർഷം കണ്ടായി ഞാനിവിടെ വന്നിട്ട്. ഈ സിറ്റിയിലേ ഇല്ലായിരുന്നു. നമുക്ക് വണ്ടി അങ്ങോട്ട് കയറ്റി വെക്കാം. അല്ല വേണ്ട, കയറ്റി വെക്കണോ? അല്ല വേണ്ട, ചുമ്മാ ഒന്ന് വെച്ചേക്കാം. അമ്മേ, വീടിനകത്തോട്ട് കയറി പോവല്ലേ. സോ അകത്തൊന്നും കയറാൻ സമയമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. സോ വല്ല കേടുപാടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നു. എന്തായാലും നമുക്ക് പോയേക്കാം. ഫൈനലി നമ്മുടെ UFO ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ UFO. ഇതെങ്ങനെ ഓടിക്കണം എന്നറിയില്ല. നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണ്. എത്തിയില്ലേ പോയി, അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡിൽ പോവാണ്. UFO ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവിടെ തട്ടി ഓക്കെ, അത് പൊട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് ഏലിയൻസിൻ്റെ ഗ്രഹത്തിലേക്ക് വെച്ച് പിടിക്കുക. അതായിരിക്കും നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇന്ന് എല്ലാത്തിനും ഞാൻ പോയി കൊന്ന് ഗ്രില്ലടിക്കാനാണ് നമ്മുടെ പരിപാടി. ഒരു 2 ഏലിയൻസിന് ഇങ്ങോട്ട് കൊണ്ടുവരണം ഭൂമിയിലോട്ട്. ഓക്കെ, ആ സ്കൈ വ്യൂ ഒക്കെ ഒന്ന് നോക്കി, എത്ര പൊളിയതേ. അവിടെ വിമാനമൊക്കെ കിടക്കുന്നു. പണ്ട് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഈ ഒരു എയർപോർട്ടിലോട്ട് കൊണ്ടുവന്നൊക്കെ നിങ്ങൾ ഓർക്കണില്ല. എന്നെ പുള്ളി അതൊക്കെ 2 വർഷമായി. എൻ്റെ പൊന്നു, ഇത്ര പെട്ടെന്ന് സമയം ഓളമൻ എത്തിയടാ മക്കളെ ഗ്രഹത്തിൽ. നമ്മുടെ UFO ഒക്കെ പൊട്ടിച്ചെതറിപ്പോയി. നമ്മളെന്തായാലും ഇന്ന് മെഷീൻ ഗണ്ണ് വെച്ച് എല്ലാത്തിനും അടിച്ച് ഉറക്കാൻ പോകും. എന്തിയാവന്മാർ. ദേ വരുന്ന ഒരു പട്ട തന്നെ ഉണ്ടല്ലോ. വെക്കടാ വെടി. അമ്മേ, ഒരെണ്ണം വിളിച്ചാവുന്നില്ല. ചത്ത് എല്ലാത്തിനും ഇന്ന് തീർക്കൂടാ. പാനം കയറി മക്കളെ, നിന്നെയൊക്കെ ഇന്ന് ഞാൻ അടിച്ച് ഉറക്കി വിടുക. ഓരോന്നും ചത്ത് വീണാണ് എൻ്റെ സുഖം. എന്ത് രസം. ആനന്ദം, സന്തോഷം, സുലഭിതം. പോടാ ചാവടാ. മേത്തോട്ട് കയറി എല്ലാത്തിനും വെട്ടി തീർത്തുകളെ ഞാൻ. എല്ലാം മാറിക്കോ വേണ്ടി നിന്നെ തീർക്കും ഞാൻ ഇന്ന്. ഇവൻ്റെ മേത്ത് കയറിയിട്ട് ഇവൻ ചാവത്തെടാ. എടാ ഇങ്ങനെയല്ല. നീ വെടികൊണ്ട് ചാവണം. നീ ഇങ്ങനെ എന്നെ വെട്ടാൻ പാടില്ല. എൻ്റെ അയ്യോ, ഇതിന് പട തന്നെയുണ്ട്. അയ്യോ, ഇത് ഇത്രയും പേരോ. ഞാൻ ചത്തു. ഇവന്മാരെ കൊല്ലാൻ വന്ന് ഞാൻ വടിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്മാർ എത്ര പേരാണ് വട്ടമിട്ട് ആക്രമിക്കണം. ഞാൻ ഒരു പാവാടാ. നിങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി വന്നതാളാ. എന്നെ വിടറാ. നിങ്ങളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലെത്തിക്കാനാണ് പോടാവുന്നത്. എന്നടാ മര്യാദയുടെ ഭാഷ പറഞ്ഞാൽ മനസ്സിലാവല്ലേ. അമ്മേതാണ്ട് ഒരു പട തന്നെ വരുന്നത്. എൻ്റെ പൊന്നോ, ഉണ്ടെങ്ങാനും തീർന്ന ഉമ്മാർ എന്നെ വെച്ച് കറി വയ്ക്കും. അയ്യോ, ഇതുപാടെ ഈ ഗ്രഹത്തിലുള്ള മൊത്തം ഏലിയൻസ് എൻ്റെ വട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു. ഇതന്നെ ഉമ്മാർ തീരാത്ത കുറേ ആയി ഞാൻ ഇങ്ങനെ വെടിവെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടെങ്ങാനും തീർന്ന മോനെ വട്ടത്തിലും ത്രികോണത്തിലും നീ മൂഞ്ചി. നിനക്ക് അറിയില്ല എന്നെ. തലേ കയറി ഇറങ്ങടാ തമ്പി. നിന്നെ ഞാൻ തീർത്തിട്ട് പോളൂ. എല്ലാത്തിനും നീ ഗ്രില്ലടിക്കൂടാ. നീയൊക്കെ എന്നെ കൊല്ലാൻ നോക്കുന്നു. എൻ്റെ പൊന്നു മച്ചന്മാരെ, അവന്മാരുടെ ശല്യം കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടേക്ക് അവന്മാർ ഓടി വരും. ഇത്തവണ ഞാൻ മെഷീൻ ഗൺ അല്ല എടുത്തേക്കുന്നത്, നമ്മൾ മിസൈലാണ് എടുത്തേക്കുന്നത്. വരട്ടെ, വരുന്നവന്മാരെല്ലാം ഇന്ന് തീർക്കും. വരുന്നടാ മക്കളെ. പിടിച്ചോ. പട്ടക്കോ കിട്ടിക്കോ. ചത്തു. ഓർമ്മ മാത്രമായിട്ട് തന്നെ. അയ്യോ, ഇന്നുമില്ലാത്ത വലിയ പ്രശ്നമായി. അവൻ ചത്തോ. പാവത്തിൻ്റെ ബോഡി തെറിച്ച് പോണ കണ്ടില്ലേ. ആരുമില്ലടാ ഇനി. ദേ വരുന്നു. ഇന്ന് തീർക്കും, എല്ലാത്തിനും തീർക്കും. ഉന്നമില്ലടാ പൊട്ടാ. ഞാൻ എന്നെ മണ്ടന ഒരു ഉന്നമില്ലാതെ ഞാൻ വെടിവെക്കുന്നത്. ഇങ്ങനെ ഇവന്മാരെ കൊന്നു തള്ളും ഞാൻ എല്ലാത്തിനും. ഇന്ന് ഇവിടെ വെച്ച് തന്നെ നിന്നെ ഗ്രില്ലടിക്കണം. നിന്നെയൊക്കെ ഭൂമി കൊണ്ട് ഗ്രില്ലടിക്കണം ഞാൻ ഓർത്ത്. എന്തായാലും നിന്നൊക്കെ ഇവിടെ വെച്ച് ഗ്രില്ലടിക്കും. ഓക്കെ, അവിടുന്ന് പറന്നടിച്ചല്ല ചാവണം പറഞ്ഞു. ചാവാത്തെ. ഓക്കെ, കുറേ എണ്ണം ചത്തു, കുറേ എണ്ണം വരുന്നുണ്ട്. മറ്റേ മെഷീൻ ഗണ്ണ് വെച്ച് സമയം കളഞ്ഞു. ഇത് ഞാൻ ആദ്യമേ എടുത്ത് അങ്ങ് പൊട്ടിക്കായിരുന്നു. നമ്മൾ പെട്ടെന്ന് പണി നിർത്തി വീട്ടിൽ പോയിരുന്നു. മണ്ടത്തരം കണ്ടു. ഇമ്മാതിരി മണ്ടത്തരം ഞാനല്ലാതെ മറ്റാരും കാണിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നും മച്ചനെ, ഇവന്മാർ വട്ടത്തിൽ നിന്ന് വന്നതിനെ അടിക്കാൻ നോക്കുക. നീ കണ്ടാ ചതുരം കുഴിയിലോ എടുക്കാൻ നോക്കുവാണോ? ഇനിയൊക്കെ ഞാൻ തീർക്കോളാം. ചക്രവ്യൂഹത്തിൽ എന്നെ ആക്കാൻ നോക്കുമെന്ന് തോന്നുന്നു ഇവന്മാരെല്ലാവരും കൂടെ. എന്തായാലും അയ്യോ, ഇവന്മാരുടെ കാലിനിടെ കൂടെ കയറി പോകാനുള്ള ഈ ഒരു ബുള്ളറ്റ് മൊത്തം മിസൈൽ മൊത്തം പാവങ്ങളുടെ ബോഡിയൊക്കെ തെറിച്ച് പോകണില്ല. പാവൻ ചത്തുപോയി. ഞാൻ ചത്താലും നിന്നെ ഞാൻ കൊല്ലൂടാ പന്നി. എൻ്റെ മേത്ത് മിസൈൽ പൊട്ടിയാലും എനിക്ക് നോ പ്രോബ്ലംസ്. നിന്നെയൊക്കെ ഞാൻ ഇവിടെ വെച്ച് തട്ടു. പുറകിലൊരുത്തൻ. പട്ടക്കോ. ചത്തോ. ഞാൻ ചത്തില്ല. എൻ്റെ ഹെൽത്ത് കുറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ചത്തായിരുന്നെങ്കിൽ മുഞ്ചിയാണേ. ഇവന്മാർ ഗ്രില്ലടിക്കാൻ വന്ന് ഞാൻ സ്വയമായി ഗ്രില്ലടിച്ചാണേ. അതങ്ങനെ ഒരുത്തൻ. ഞാൻ അങ്ങനെ ഒരു മണ്ടനായിപ്പോയി. ഞാൻ എന്നാ ചെയ്യാനാണ്? എനിക്ക് വലിയ ബുദ്ധി വിവരമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നേ. സ്ലോ മോഷൻ വേസ്റ്റഡ്. അത് മുഞ്ചിയിട്ടുണ്ട്. 8 നിലയെ മുഞ്ചിയിട്ടുണ്ട്. അവിടെ നമ്മൾ ബോധം കെട്ട് വീണു. നമ്മുടെ ഹെൽത്തൊക്കെ കുറഞ്ഞു പോയി.
ഹേ ഗൈസ്, ഞാൻ തിരിച്ച് ഭൂമിയിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മിസൈൽ പൊട്ടിയപ്പോൾ ഞാൻ ചത്തില്ലായിരുന്നു. എൻ്റെ ബോധം വന്നപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങ് പോകുന്നു. ഇത് എൻ്റെ UFO അല്ല, എൻ്റെ UFO അവിടെ വെച്ച് തകർന്നു പോയി. അപ്പോൾ അവരുടെ എവിടെയായിരുന്നു UFO എടുത്തോണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തായാലും ഒരുത്തിനെ പോലും എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. എല്ലാത്തിനും ഞാൻ കൂടെ ഞാനും തട്ടിപ്പോകേണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും അടുത്ത തവണ നമ്മൾ ഇവന്മാരെയൊക്കെ തീർക്കും. നമ്മുടെ ഇത് ഇങ്ങനെയെങ്കിലും സേഫ് ലാൻഡ് ആക്കണം. അവിടെ സേഫായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊന്ന് ലാൻഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു UFO ഡ്രൈവറായി എന്ന് പറയാൻ പറ്റും. സോ അത് നമ്മളെല്ലാം പ്രൊഫഷണലായിട്ട് ചെയ്യണം. പതിയെ ഇറക്കിയാൽ മതി. എനിക്ക് യാതൊരു ധൃതിയില്ല. എല്ലാം പതിയെ സാവധാനത്തിൽ കൊണ്ടുവന്ന് പതിയെ ഇറക്കി വെച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മറ്റേത് ചെയ്തു മറിച്ച് ചെയ്ത് ഞാൻ ഒരു പ്രൊഫഷണൽ UFO ഡ്രൈവർ ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഏലിയൻസിൻ്റെ ലോകത്ത് പോയിട്ട് എനിക്ക് സ്ലോ മോഷനൊക്കെ കാണിക്കാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നമ്മൾ ലൈക്ക് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.